നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 23, 2025 വ്യാഴം. അങ്ങനെ വലിയൊരു അവധിക്ക് ശേഷം വലിയ പ്രതീക്ഷയോടുകൂടി ഇന്ന് വ്യാപാരം ആരംഭിക്കുവാൻ സാധിച്ച ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് ഇന്ന് നിരാശയോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. പ്രധാനമായും 4 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ശക്തമായ ഒരു ഓപ്പണിംഗ് ലഭ്യമായിരുന്നതെങ്കിൽ അതേസമയം മറ്റ് 4 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകാൻ കാരണമാക്കിയത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അങ്ങനെ ഇന്ന് നേരിയ നേട്ടത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി 6ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. ഇന്ന് പ്രതീക്ഷിക്കാതെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭ്യമായതിനാലും സെൻസെക്സിന്റെ വീക്കിലി എക്സ്പയറി ആയിരുന്നതിനാലും മാർക്കറ്റ് ഹൈലി വോളട്ടൈൽ ആയിരുന്നു. എങ്കിലും ഇന്ന് സെൻസെക്സിനും നിഫ്റ്റിക്കും അതിന്റെ ഫ്രഷ് 52 വീക്ക് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് 26,104 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ഇന്ന് മാർക്കറ്റിലുണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിക്ക് 25,862 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. തൽഫലമായി 22 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,891 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് ഇന്നത്തെ വീക്കിലി എക്സ്പയറി 84,000, 85,000 എന്നീ റേഞ്ചുകൾക്കിടയിലായിട്ട് അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി 130 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചപ്പോൾ നിഫ്റ്റി ബാങ്കിന് 70 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ഫിൻ നിഫ്റ്റിക്ക് 19 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മാർക്കറ്റിന്റെ ഇന്നത്തെ നേട്ടം ചോർന്നു പോയതിനെ തുടർന്ന് NSEയിലാകെ 1,225 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചുള്ളൂ. അതേസമയം 1,623 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, TCS, ശ്രീറാം ഫൈനാൻസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇറ്റേണൽ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, ഐഷ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT ഇൻഡെക്സിന് ഇന്ന് 2% നേട്ടവും കൈവരിക്കുവാനുമായി. അതേസമയം റിയാലിറ്റിക്ക് 0.3% നേട്ടവും പ്രൈവറ്റ് ബാങ്കിന് 0.4% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ അതേസമയം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന് 0.6% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ തിങ്കളാഴ്ചത്തെ ക്ലോസിംഗിൽ നിന്നും 8 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 87.85 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗോടുകൂടി വ്യാപാരം തുടങ്ങുവാനും തുടർന്ന് നേട്ടം കൈവരിക്കുവാനും ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ ഉടലെടുത്ത ശക്തമായ ആത്മവിശ്വാസം തന്നെയാണ്. ഒക്ടോബർ 15 മുതൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ആരംഭിച്ച ബൈയിങ് ആണ് രണ്ടാമതായി ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. മാത്രവുമല്ല അവസാന 5 ട്രേഡിംഗ് സെക്ഷനിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് മാറിയപ്പോൾ നമ്മുടെ മാർക്കറ്റിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇത് നമ്മുടെ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. മാത്രമല്ല 3 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവർ നെറ്റ് ബയേഴ്സ് ആയിട്ടും മാറുകയുണ്ടായി. IT സ്റ്റോക്സുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ്ങിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി IT അതിന്റെ 1 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാത്രവുമല്ല ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകളിൽ ഒറാക്കിൾ ഫിൻസർവീസസ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുവാനും അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഹെവി വെയ്റ്റ് IT സ്റ്റോക്സുകളിൽ ഹെവി ബൈയിങ്ങും ഇന്ന് ഉടലെടുക്കുകയുണ്ടായി. നമുക്കിന്ന് കാണുവാൻ സാധിക്കും ഇൻഫോസിസിലൊക്കെ ഒരു ദിവസം കൊണ്ട് മാത്രം 3.8% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് H1B വിസയെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വന്നതും മാത്രമല്ല ആദ്യത്തെ കാരണമായ ഇന്ത്യ US ട്രേഡ് ഡീലിലുള്ള
ആത്മവിശ്വാസം വർദ്ധിച്ചതും കൊണ്ട് തന്നെയാണ് ഇന്ന് നിഫ്റ്റി ഐടിക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കുവാനുമായത്. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തി പ്രാപിക്കുവാൻ സാധിച്ചത് നാലാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. സോ ഈ 4 ഘടകങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം നേട്ടത്തിൽ വ്യാപാരത്തിൽ തുടരാനായതും. എന്നാൽ ഇന്നൊരു ഘട്ടം കഴിഞ്ഞ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിന്റെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകിക്കൊണ്ട് താഴേക്ക് വലിക്കുവാനുണ്ടായ മറ്റ് 4 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ തന്നെ നോക്കാം. ഒന്നാമതായി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടതുപോലെ തന്നെ സെൻസെക്സും നിഫ്റ്റിയും അതിന്റെ ഫ്രഷ് 52 വീക്ക് ഹൈകൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അത്യുന്നതിയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അതേസമയം ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അതിന്റെ ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിക്ഷേപകർ അത് പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ടുള്ള ഒരു അവസരമായിട്ട് മുതലെടുക്കുകയുണ്ടായി. അതുകൂടാതെ നമ്മൾ നോക്കിക്കാണേണ്ട വേറൊരു കാര്യമുണ്ട്. ഒത്തിരിയേറെ നാളുകളായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സെല്ല് ചെയ്ത് ഇറങ്ങുകയാണ്. സോ ആ സമയത്തിലുടനീളം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ എമൗണ്ടിന് ബൈ നടത്തിക്കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സോ ഈ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെക്ഷനുകളിലും അവർ തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് ബയേഴ്സ് ആയിട്ട് വരികയും മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റ് അതിന്റെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസം മുഹൂർത്ത ട്രേഡിംഗിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം യുഎസിൽ നിന്നും റഷ്യയിലെ 2 പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികളുടെ മേൽ നടത്തിയ ഉപരോധം മൂലം ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സോ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഉയർച്ചയാണ് രണ്ടാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മോശമായി സ്വാധീനിച്ച മറ്റൊരു ഘടകം. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ മിക്സഡ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ അടുത്ത പ്രധാനപ്പെട്ട ഘടകം. സോ ഈ പറഞ്ഞ 3 കാരണങ്ങൾക്ക് പുറമെ ഇന്ന് ഇന്ത്യ വിക്സും 4% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ വിക്സിൽ നിന്നുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ട് ബാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 44 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുമ്പോൾ ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ മോശമായ പെർഫോമൻസിനെ തുടർന്ന് ജർമ്മൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടിയും ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില അതിശക്തമായി തന്നെ ഉയരുകയുണ്ടായി 5%. ഗോൾഡിന്റെ വിലയും നിലവിൽ വൻ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. $4,117 ഗോൾഡിന്റെ വില തൽഫലമായി എത്തിച്ചേരുകയുണ്ടായി. മാർക്കറ്റ് ടൈമിൽ റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യപ്പെടുന്നവർ ഇൻബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബുധനാഴ്ച ഒക്ടോബർ 29, 2025 Q2 ഏർണിംഗ്സ് കമ്പനി പ്രസിദ്ധീകരിക്കും. മാത്രമല്ല 2025-26 സാമ്പത്തിക വർഷത്തെ ഇൻട്രീം ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിക്കും. അദാനി പവർ വ്യാഴാഴ്ച ഒക്ടോബർ 30, 2025 കമ്പനിയുടെ Q2 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് Q2 ഏർണിംഗ്സിൽ ഇയർ ഓൺ ഇയറിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 3.6% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.5% ഉയർച്ചയും രേഖപ്പെടുത്തിയപ്പോൾ 19 രൂപ ഡിവിഡൻഡ് പെർ ഷെയർ നൽകുവാനായിട്ടും കമ്പനി തീരുമാനമെടുക്കുകയുണ്ടായി. L&T ടെക്നോളജി സർവീസസ് തുടർച്ചയായി 2ാം തവണയും കാറ്റർപില്ലർ സപ്ലയർ എക്സലൻസ് അവാർഡ് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ 3,375 കോടി രൂപയുടെ 2 ട്രാൻസ്മിഷൻ പദ്ധതികൾ കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. ടാറ്റ ടെലി സർവീസസ് Q2 ഏർണിംഗ്സ് ഇയർ ഓൺ ഇയറിൽ 321 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 16.7% ഇടിവും രേഖപ്പെടുത്തി. യൂക്കോ ബാങ്ക് തങ്ങളുടെ വിദേശ ശാഖകളിലൂടെയും വരാനിരിക്കുന്ന ഗിഫ്റ്റ് സിറ്റി സാന്നിധ്യത്തിലൂടെയും ആഗോള M&A അവസരങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ അശ്വിനി കുമാർ ഒരഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.